ഹൗസ് വാമിങ്ങിന് വന്നവർക്ക് എല്ലാവർക്കും ഒരേ സ്ഥലത്തിൽ പറയാനുള്ളത് ഇതെങ്ങനെയാണ് നിങ്ങൾ ഇവരൊക്കെ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഈ ഡിസൈനൊക്കെ കാണുന്നത്. വളരെ എന്താ പറയുക, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ മനസ്സിനൊരു പ്രത്യേക ഒരു ആനന്ദകരമായിരുന്നു. വെൽക്കം ടു ഡെക്കോറിയാസിൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. കൊളോണിയലിൻ്റെ ഒരു ട്രഡീഷണൽ, അതായത് നമ്മുടെ ഫുൾ കൊളോണിയൽ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരേപോലെ നമ്മൾ സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു വീടാണ്. ഞങ്ങളുടെ കാട്ടുകാരന്മാരുടെ ഫാമിലി ആയിരുന്നു. 450 വീടുള്ള കാട്ടുകാരൻ ഫാമിലിയാണ് ഞങ്ങൾ. ഞങ്ങളുടെ വീടെന്ന് പറയുന്നതാണ് പൂർവികരെ ഏറ്റവും ആദ്യം വന്നിട്ടുള്ള കാട്ടുകാരന്മാരുടെ തറവാട്. അതായത് ഏകദേശം 400 കൊല്ലത്തോളം പഴക്കം ഉണ്ട്. ഇവിടുത്തെ ഓരോ സാധനങ്ങൾക്കും 400 കൊല്ലം ഇപ്പോഴും പഴക്കം ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും പറയാൻ പറ്റിയിരുന്നില്ല ഇത്രയും കൊല്ലം പഴയതായിരുന്നു നിങ്ങളുടെ പഴയ തറവാടെന്ന്. ഒരിക്കലും ആർക്കും ഇതേവരേക്കും അങ്ങനെ പറയാൻ പറ്റിയിരുന്നില്ല. അത്രയ്ക്കും നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്, അത്രയ്ക്കും നല്ല മരങ്ങളും അത്രയ്ക്കും നല്ല ഭംഗിയിലാണ് ഉൾബുൾസായിട്ട് മുഴുവൻ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത് 2018 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ് വീട് പണി. അപ്പോൾ കുറേ ഒബ്സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മറികടന്ന് ഞങ്ങൾ പല ഹഡിൽസും ചാടിക്കടന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു സന്ദർഭത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതായത് ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കൂട്ടായൊരു പ്രവർത്തനമാണ് ഞങ്ങളിങ്ങനെ ഉണ്ടായത്. അതായത് ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ച്, ഇപ്പോൾ ഈ വീടിൻ്റെ തന്നെ പറയുകയാണെങ്കിൽ എല്ലാ മുക്കും മൂലയും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും സുപരിചിതമാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രോബ്ലം വന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യും. ഞങ്ങളതിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെച്ചാൽ മോൻ CET-യിലാണ്, ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നത്. അതുപോലെ താഴെയുള്ള കുസാറ്റിലെ നേവൽ ആർക്കിടെക്ചറിനാണ് പഠിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരൊന്നും ഒരിക്കലും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും ഇത് മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നായിരുന്നത്. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ഒല്ലൂർ മാലാകര പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അതായത് ആര് കണ്ടാലും അത്ര വ്യൂവിൽ കിട്ടുന്ന ഒരു വീടാണിത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു പൊൻതൂവൽ പോലെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. ഞങ്ങൾ 2022 പണി ആരംഭിച്ചു. 2 വർഷം ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് ആയപ്പോഴാണ് ഇൻറ്റീരിയറിനെ കുറിച്ച് ആലോചിക്കാനായിട്ട് തുടങ്ങിയത്. ഇൻറ്റീരിയറിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരെന്ന് വെച്ചാൽ ഞങ്ങൾ റോഡ് സൈഡിലുള്ള വീടാണല്ലോ, എല്ലാവരും ഒന്ന് കയറുമായിരുന്നു. ഒത്തിരി പേര് വന്ന് കയറും, ഓരോരോ അവരുടെ ഡിസൈനുകൾ തരും. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിൽ പിടിച്ചൊരു ഡിസൈനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും നമ്മളൊരു കണ്ടംപററി സ്റ്റൈല് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്റ്റൈലാണ് എല്ലായിടത്തും കാണാറ്. അപ്പോൾ നമ്മൾ ആ സ്റ്റൈലിലാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും തൂണുകളും ആ ഒരു പഴയ എന്താ പറയുക ഇറ്റാലിയൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു ഡിസൈനായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വേറിട്ട ഒരു ഡിസൈൻ വേണമെന്ന് വെച്ചിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റീവനെ കാണുന്നത്. സ്റ്റീവനെ കാണുമ്പോഴും നമ്മൾ കണ്ടംപററി തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ സ്റ്റീവ് എന്നോട് പറഞ്ഞു, ഞാനൊരു 2 വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് ഡിസൈഡ് ചെയ്താൽ മതി. അതായത് കൂടുതൽ നല്ലത് ഈ വീടിൻ്റെ ആർക്കിടെക്ചറിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് കൊളോണിയൽ ഇൻറ്റീരിയർ ആണെന്ന് സ്റ്റീവ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും പരിചയമില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ 2 വീട് സ്റ്റീവ് ചെയ്ത 2 വർക്ക് കാണാനായിട്ട് പോയി. കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയിപ്പോൾ അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ബുദ്ധിമുട്ടാവുമെന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. പിന്നെ സ്റ്റീവിനെ വിളിച്ച് ഞങ്ങൾ ഡിസൈൻ ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റീവിൻ്റെ ആർക്കിടെക്ചർ വന്നിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായി പറഞ്ഞു തന്നു. ഓരോ കാര്യം ഡിസൈൻ ചെയ്തു തന്നു. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡിസൈൻ നമുക്ക് ഇട്ട് തന്നു. അപ്പോൾ ഡിസൈൻ ഇട്ട് തന്നപ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഓരോ മൂവ്മെൻറ്റ്സും എന്താ പറയുക ഓരോരോ പാട്ടുകൾ. ഇപ്പോൾ സപ്പോസ് ഈ വാതിലാണെങ്കിൽ തന്നെ വാതിലും വളരെ ഭംഗിയായിട്ടാണ് അവർ ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഉറപ്പിച്ചു, എന്തായാലും സ്റ്റീവിനെ കൊണ്ട് തന്നെ നമ്മൾ. പിന്നെ ആ കോട്ടയാടിൻ്റെ തൂണുകൾ അതൊക്കെ അത്രയും ഭംഗിയായിട്ട് ഡിസൈൻ കണ്ടപ്പോൾ വളരെ ഇഷ്ടം തോന്നി. അപ്പോൾ പിന്നെ ഇതന്നെയായിട്ട് ഫോർവേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇൻറ്റീരിയർ ഡിസൈൻ ഡെക്കർ കാസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നമ്മളിവിടുത്തെ സാറിനെ കാണാൻ നമ്മുടെ അടുത്ത് തന്നെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഇതുപോലത്തെ ചെയ്തിരുന്നു. അപ്പോൾ സാറ് ഇവിടെ വീട് ചെയ്തപ്പോൾ ഈ വീടിൻ്റെ ഒരു ഇൻസൈഡിൽ തന്നെ സെൻട്രലായിട്ടൊരു 6 പില്ലേഴ്സ് വന്നിരുന്നു. അപ്പോൾ ഇതിനെങ്ങനെ ഹൈഡ് ചെയ്യാം, ഇതിനെങ്ങനെ എത്രത്തോളം മനോഹരമാക്കാം എന്നുള്ള രീതിയിലാണ് എന്നെ സാർ വന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ വന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു കൊളോണിയൽ പാറ്റേണിലേക്ക് ഞങ്ങളിങ്ങനെ
സാധാ പില്ലേഴ്സാണ്. ഇതിന് ഞങ്ങൾ മൾട്ടിവുഡ് കൊണ്ട് പാനൽ ചെയ്ത് കർവ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ ബീഡിങ്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ അതേ ടോണിലേക്ക് തന്നെ ഞങ്ങൾ ഇൻറ്റീരിയറും മാച്ചിങ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു പാറ്റേൺ. അപ്പോൾ ഞങ്ങൾ സാറിനെ ഈ ഒരു 3D കാണിച്ചു കൊടുത്തിട്ട് സാറിന് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു ആംബിയൻസ്, ഞങ്ങൾ ഇൻസൈഡ് ആംബിയൻസ് ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നത്. ഫസ്റ്റ് നമ്മൾ ഹൗസ് വാമിങ്ങിന് മുന്നേ നമ്മുടെ ഒരു കുദാശകർമ്മം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കുദാശകർമ്മത്തിന് വന്നിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ അവർക്ക് വന്നവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നിങ്ങളിത് ഇവിടെ നിന്നാണ് ചെയ്യിച്ചത്, നമ്മുടെ ഫാമിലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യിപ്പിച്ചത്, വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹൗസ് വാമിങ് വരുന്നത്. ഹൗസ് വാമിങ്ങിന് വന്നവർക്ക് എല്ലാവർക്കും ഒരേ സ്ഥലത്തിൽ പറയാനുള്ളത്, ഇതെങ്ങനെയാണ് നിങ്ങൾ ഇവരൊക്കെ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഈ ഡിസൈനൊക്കെ കാണുന്നത്. വളരെ എന്താ പറയുക, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ മനസ്സിനൊരു പ്രത്യേക ഒരു ആനന്ദകരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഓരോ മൂമെൻറ്റും ഓരോരുത്തരും പറയുമ്പോഴും എല്ലാവരും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളാണ് പറയാറ് വീട്ടിലോ, എന്തെങ്കിലും പ്രശ്നം. ഇതിനെ വീടിനെ കുറിച്ചിട്ട് ആർക്കും ഒന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. ഈ ഓരോ മൂമെൻറ്റും ഓരോ ഭാഗവും അത്രയ്ക്ക് ക്ലിയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും ട്രൈ ചെയ്തിട്ട്, അതായത് നിങ്ങളുടെ ആർക്കിടെക്ചർ അത്രയും മിടുക്കനാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വീട്ടിലെന്ന് വെച്ചാൽ നമുക്ക് ലിവിങ്ങും അതുപോലെ തന്നെ ഫാമിലി ലിവിങ്, ഡൈനിങ്ങും അതുപോലെ കിച്ചണൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതിനോട് മെർജ് ചെയ്തിട്ട് തന്നെയാണ് ഇതെല്ലാ വർക്കുകളും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയും ഇതുപോലെ തന്നെ വലിയ ഹെവി വർക്ക് അല്ലെങ്കിലും വളരെ സിമ്പിളായിട്ട് എന്നാൽ കാണുമ്പോൾ നല്ല എലഗൻറ്റ് ലുക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിലും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ള കിച്ചണും കാര്യങ്ങളും വന്നിട്ടുള്ളത് നമുക്ക്. അപ്പോൾ നമുക്ക് ഈ കിച്ചണെ സംബന്ധിച്ചോളം കിച്ചൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഓപ്പൺ കിച്ചന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കിച്ചൺ സാധാരണ എല്ലാവരും ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ എന്ത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് മുട്ടിക്കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളിത് കർവിങ് ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തു. ഇതുപോലെ കർവ് ചെയ്ത് ഇതിനെ നമ്മൾ ലൂവർ ഫിനിഷിങ് കാര്യങ്ങൾ കൊടുത്ത് അതേ സെയിം മൈക്കയിൽ തന്നെ നമ്മൾ തന്നെ കമ്പനിയിൽ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് ലൂവർ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ലുക്കിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നേക്കാണ്. കിച്ചനെ സംബന്ധിച്ചോളം മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഫോൺ തന്നെ നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങൾ, അതായത് നമുക്ക് 95 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രിഡ്ജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മളൊരു ഈ ഫസ്റ്റിങ്ങിൽ തന്നെ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ ഫ്രിഡ്ജ് കാര്യങ്ങൾ കൊടുത്തു. അതിനുശേഷം ടോൾ യൂണിറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ക്രോക്കറി കാര്യങ്ങൾ വേണമെങ്കിൽ വെക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്ക് ഓവൻ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ നമുക്ക് ഓവൻ വെക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഡോറ് വേണമെങ്കിൽ നമുക്ക് മാറ്റിയ ശേഷം ഓവൻ കാര്യങ്ങൾ വെക്കാവുന്ന രീതിയിൽ മൾട്ടിപർപ്പസ് ആയിട്ട് ഞങ്ങൾ ഈ ഒരു യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഷ് വാഷർ കാര്യങ്ങൾ വെക്കാനായിട്ടാണ്. ഡിഷ് വാഷറും ഒപ്പം തന്നെ വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ നമ്മളൊരു 95 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഈ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനോട് ചേർന്നാണ് ബാക്കി നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആക്സറീസ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലറി, പ്ലേറ്റ്, പുൾ ഔട്ട്, പിന്നെ ടാൻഡർ ബോക്സുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് അക്രലിക് ഫിനിഷാണ്, വൈറ്റ് ആണ്, അക്രലിക് ഫിനിഷാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷൈനിങ് നന്നായിട്ട് കിട്ടും. പിന്നെ ക്ലീൻ ചെയ്യാനായാലും വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ലുക്കിലായാലും നല്ല അതിഗംഭീരമായിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് ലിവിങ്ങിൽ നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ കിച്ചൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വ്യൂ കിട്ടുന്ന വോൾ ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ഗ്ലാസ് ആയിട്ടുള്ള പോർഷൻസാണ്. നമ്മൾ ഫ്രെയിം പ്രൊഫൈലിലുള്ള നമുക്ക് ഗ്ലാസ് പോർഷനാണ്. അപ്പോൾ നമുക്ക് ഷോ പീസ് കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ലൈറ്റിങ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. ലിവിങ്ങിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ലെഡ്ജ് കൊടുത്ത് അതിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഷോ കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ, അതായത് സിങ്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ GTPT കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രോ ലിഫ്റ്റിങ് ചെയ്തിട്ട് ഗ്ലാസ് പ്ലേറ്റ് വയ്ക്കാവുന്ന രീതിയിലൊരു പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ഏരിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ തന്നെയാണ് കിച്ചൻ്റെ പോർഷൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചിമ്മിണി കാര്യങ്ങളുടെ ഔട്ട് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഔട്ട് സൈഡിൽ കൂടെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസൈഡിൽ കൂടെ നമ്മളിത് ലൈൻ ഇട്ടിട്ട് നമ്മളിതിങ്ങനെ പാനലിങ് ചെയ്തേക്കാം, ലൂവറിങ് കൊടുത്തിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തേക്കാം. അപ്പോൾ ലുക്ക് വൈസിൽ അതൊരു നല്ലൊരു സ്റ്റൈലായിട്ട് നിൽക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് ഈ പൈപ്പിങ് കാര്യങ്ങളൊക്കെ നമുക്ക് പോകും. ഇതിൽ നമുക്ക് സ്റ്റോറേജ് കാര്യങ്ങൾ എളുപ്പമായിട്ട് കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡമ്മി പോർഷനിൽ ബഡ്ജറ്റ് കുറയ്ക്കാവുന്ന രീതിയിൽ നമ്മൾ ഡമ്മി പോർഷനിൽ നമ്മൾ ലൂവറിങ് ചെയ്തേക്കാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ചിമ്മിണി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 ഓപ്പൺ ഷെൽഫ് ഇതിൽ പ്രോ ലിഫ്റ്റിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക്
ഫ്രിഡ്ജ് മിക്സി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മളതിൽ റോളിംഗ് ഷട്ടർ കാര്യങ്ങൾ കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാനും എടുക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ റോളിംഗ് ഷട്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് വേണമെങ്കിൽ എടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ എല്ലാ മിനിമലായിട്ടുള്ള എല്ലാ ആക്സറീസും കാര്യങ്ങളും നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് നമ്മളിവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ബെഡ്റൂമും നമ്മുടെ ഹോളിലെ പോലെ തന്നെ ആ കൊളോണിയലിൻ്റെ അതേ പാറ്റേൺ നിലനിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ചുറ്റും വെയിൻസ്കോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടായാലും അതിൻ്റെ ഹെഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു കൊളോണിയൽ സ്റ്റൈലിലേക്ക് നമ്മൾ കൊടുത്ത്, അതുപോലെ കുഷ്യൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ലെഗ്സും കാര്യങ്ങളൊക്കെ അതേ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള വർക്കാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പിന്നെ അതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് വരുന്നത്. നമുക്ക് സാധാരണ ഒരു ഡാർക്ക് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു സാഡ് ലുക്കായിട്ട് തോന്നും. ഇതെന്ന് വെച്ചാൽ നമുക്ക് എത്ര ടെൻഷനുള്ള സംഭവമായാലും നമ്മൾ ഇവിടെ നിന്ന് കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ് ആയിരിക്കും. അതാണ് ഈ ഒരു കളറിൻ്റെയും ഈ ഒരു പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് എപ്പോഴും ഒരു റിലാക്സ് മൂഡായിരിക്കും, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ വാർഡ്രോബ് ആയാലും ഫുള്ള് വൈറ്റ് ആണ്. അതുപോലെ തന്നെ PU പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി വൈറ്റ് സ്റ്റീമാണ്, ഒരു ക്രീം ഷെയ്ഡ് വരും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലസൻറ്റ് മൈൻഡ് കിട്ടുകയും ചെയ്യും, നല്ല എലഗൻറ്റ് ലുക്ക് കിട്ടും. അപ്പോൾ ആരും വന്ന് കണ്ടാലും ഒരു വാവ് ഫാക്ട് നമുക്ക് കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ചെയ്ത ഡെക്കർ കാസ്റ്റലിന് പ്രത്യേകം താങ്ക്സ് ഞങ്ങൾ പറയുന്നത്. ഇത്രയും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് തന്നെയല്ല, വർക്കുകളും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും വളരെ ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത്.